ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടിയിരിക്കുകയാണ്. കാരണമൊന്നുമല്ല, നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ മോട്ടർ വർക്ക് ചെയ്യുന്ന വെള്ളം എടുക്കുന്നില്ല. അതെന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. മോട്ടർ കണ്ട് കണക്ട് ചെയ്തിട്ട് നോക്കിയാണ്. കണ്ടോ, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, വെള്ളം എടുക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ നമ്മുടെ ഫുട്ബോൾ പോയിരിക്കാനാണ് സാധ്യത. ഇവിടെ ഒരു മഴവെള്ള സംഭരണിയാണ്. അപ്പോൾ നമുക്ക് ലൈനിൽ നിന്ന്, കോർപ്പറേഷനിൽ നിന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളം വന്നിട്ട്, അപ്പോൾ ഈ വെള്ളമില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മോട്ടർ നമ്മൾ വച്ചിട്ടുണ്ട്. ആ മോട്ടർ വന്ന് ഇതിൽ നിന്ന് വെള്ളം എടുത്ത് ഞങ്ങൾ മുകളിൽ ഓവർ ഹെഡ് ടാങ്കിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബലമായ സംശയം, ഈ മോട്ടറിൻ്റെ തകരാറുമില്ല. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ ഒന്ന് അഴിച്ചെടുക്കാം. ഇവിടെ യൂണിയൻ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇതേപോലെ അഴിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുത്ത പൈപ്പ് കട്ട് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു യൂണിയൻ ഇട്ട് വയ്ക്കുക. ഓക്കെ, ഇതാണ്. നമുക്കിത് ലീക്ക് ഉണ്ടായില്ല എന്നൊക്കെ നോക്കാൻ പറ്റും. കണ്ടോ, ഫുട്ബോളിൻ്റെ തകരാറാണ്. ഫുട്ബോളിൽ നിന്ന് ലീക്ക് പോകും, വെള്ളം ലീക്ക്. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ അഴിച്ച് അത് വേറെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ തകരാറാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അഴിച്ച് മാറ്റി ഒന്നിൽ വേറെ ഫിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്ത് വയ്ക്കാം. അതുകൊണ്ട് നമുക്ക് പൈപ്പ് റേഞ്ചോ മറ്റുള്ള സ്പാനറിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് കൈ കൊണ്ടിങ്ങനെ തിരിച്ചാൽ മതി. കണ്ടോ, വളരെ ഈസിയാണ്. നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രോബ്ലം. ഓക്കെ, ഇതിങ്ങനെയായി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്, അതാണ്. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഓക്കെ, സംഭവം കണ്ടോ, ഇതാണ് പ്രോബ്ലം. ഇത് ഈ വെള്ളത്തിൻ്റെ മഡെല്ലാം വന്നിട്ട് ഇത് അഴുക്ക് പിടിച്ചിരിക്കുക. അഴുക്ക് പിടിച്ചത് കൂടാഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പം നമുക്കിപ്പോൾ ഈ വാഷറിൻ്റെ ഒരു ടെമ്പറെല്ലാം പോയി. അപ്പോൾ ഇനി ഇത് ഇട്ടാലും ഒരു പക്ഷേ കുറച്ച് ദിവസം വർക്ക് ചെയ്യും. പക്ഷെ വീണ്ടും അത് ഇതാണ്ട, ഇതിൽ വെയിറ്റ് കൂടിയ കാരണം ഇത് നമുക്ക് പമ്പ് സക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി നിൽക്കത്തില്ല. ഇത് പൊങ്ങി നിന്നെങ്കിൽ മാത്രമേ വെള്ളം മുകളിലോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ക്ലോസ് ആയിരുന്ന് കഴിഞ്ഞാൽ വെള്ളം എടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇത് നമുക്കൊന്ന് പുതിയ റീപ്ലേസ് ചെയ്യാനാണ് ഏറ്റവും വാങ്ങിയിട്ടുണ്ട്. ഇതിന് 100 രൂപ വിലയുള്ളൂ. അത് ഞാൻ വാങ്ങിയിട്ട് വന്നത്. ഇതാണ് സാധനം. ഓക്കെ, എന്നിട്ട് കുറച്ച് ടഫ്ലോൺ ടേപ്പ് നമുക്ക് ഇതിൽ ചുറ്റാം. ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ ഇതിന് സ്പാനറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം PVC ആണ്, സ്പാനറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് അവിടെ അസംബിൾ ചെയ്യാം. ഇത് ഈ യൂണിയൻ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതും കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. സ്പാനറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. കാരണം വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ആ എയർ ലോക്ക് മാറുള്ളൂ. ഇപ്പോൾ എയർ ലോക്ക് കാണും. ആ എയർ ലോക്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടോർ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, വെള്ളം ഓക്കെ, വെള്ളം ഫില്ലായിട്ടുണ്ട്. ശരി, ഇനി നമുക്കൊന്ന് മോട്ടോർ ഓൺ ചെയ്യാം. കണ്ടോ, മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം എടുക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ